നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. അതായത് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇനി മുന്നോട്ട് ആലോചിച്ച് മാത്രം ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ്. അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഗ്രോത്തിലോട്ടും അവരുടെ ലൈഫിലെ സക്സസിലോട്ടും ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അവർ കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അവരുടെ ലൈഫിൽ ഗ്രോത്തിലോട്ട് വരാനും ഒക്കെയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ദ സൺ കാർഡാണ് ഇവിടെ. ഈ റിലേഷനിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഇവിടെ റിലേഷനിൽ ഇഷ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോഴീ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് തിങ്കിങ്ങിൽ നിൽക്കാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഈ റിലേഷനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പോഴീ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറും എന്നാണ് കാണിക്കുന്നത്. ഫോർ ഓഫ് വാൻസ് എനർജിയാണ്. ഒരു റീയൂണിയൻ ആണ് ഈ റിലേഷനിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ നിങ്ങളൊരു സെപ്പറേഷനിലാണെങ്കിൽ, അതല്ല നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒന്നിച്ച് കാണാനും സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ടാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ കാരണം മാറി നിൽക്കുവാണെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പം ആ ഒരു ഇഷ്യൂസ് എല്ലാം മാറി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. ടെമ്പറൻസ് എന്നാണ് കാണിക്കുന്നത്. അതായത് റിലേഷനിൽ ഒരു ബാലൻസ് വരും എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു രണ്ട് ഗ്രഹങ്ങളെ കാണിക്കുന്നത്, ഒന്ന് മൂൺ എനർജി, ഒന്ന് സൺ എനർജിയാണ്. അതായത് ഇവിടെ ഒരു ബാലൻസ് ഈ റിലേഷനിൽ വേണം എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ, അതായത് ചില സമയത്ത് ഇവിടെ ഈ റിലേഷൻ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടാവാം, ചില സമയത്ത് അതിനനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് വരുന്നുണ്ടാവാം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഈക്വൽ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഈ ഒരു റിലേഷൻ മാറും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് വാൻസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവര് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളോടുള്ള ദേഷ്യം, ഇഷ്ടക്കേട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം എല്ലാം അവരുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നയൻ ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളൊരു പേടി ഇപ്പോഴും ഉണ്ട്. കാരണം എപ്പോഴും നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുന്നത് ഈ റിലേഷനെ മുന്നോട്ട് പ്രശ്നത്തിലോട്ട് നയിക്കുകയോ അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു പേടി അവരുടെ മനസ്സിലുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, അത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് കൊണ്ട് തന്നെ ഈ റിലേഷൻ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഫോർ ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു എനർജിയിലാണ്. അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ജോലിയിലാണെങ്കിലും വീട്ടുകാര്യങ്ങളിലാണെങ്കിലും എന്ത് കാര്യത്തിലായിക്കോട്ടെ അവർക്ക് അതിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവരുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസിയിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഒരു മിസ്സിങ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഓൾ ഓവർ ആയിട്ടുള്ളത്. അപ്പം എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. കോംപ്രമൈസ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ ഒരു കോംപ്രമൈസ് വരുന്നതായിട്ടാണ്. നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ മാറി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോട്ട് ഈ റിലേഷൻ മാറുന്നു, ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. അബണ്ടൻസ് എന്നാണ്. ഈ റിലേഷനിലെ സന്തോഷവും സമൃദ്ധിയും എല്ലാം വരുന്നതായിട്ടാണ്. മൊത്തത്തിലൊരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം ഈ റിലേഷനിൽ വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. കാസർഗോഡ് 1990, കൊല്ലം, ഉത്രട്ടാതി, തൃക്കേട്ട, ചോതി, കോട്ടയം, പത്തനംതിട്ട, പൂരം, പൂരുട്ടാതി, സെപ്റ്റംബർ, ലെറ്റർ വി, 1988, ചിത്തിര 1987, 1996, ലെറ്റർ എം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.